21 വർഷത്തിന്റെ ജൈത്രയാത്ര എന്റെയും ഇവിടെ അവസാനിക്കുകയാണ്. 2004 ഡിസംബറിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മൂത്ത മകളെ ചേർക്കാനായിട്ട് അന്ന് കണ്ട മുഖങ്ങൾ പലരും ഇന്നില്ല. പക്ഷെ അവളുടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങാനായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. ഞാൻ ഇന്നും വിചാരിക്കുന്നു, ഞാൻ ഒരു ദിവസം കാലത്താണ് വന്നത്, പക്ഷെ ആ നിമിഷം വളരെ നല്ല സമയമായിരുന്നു. സമയത്തിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ. 21 വർഷം മുഖം കറുക്കാതെ, ഒരിക്കലും തലകുലിച്ച് പോകേണ്ടി വരാതെ ഈശ്വരൻ എന്നെ 2 പതിറ്റാണ്ടിൽ കൂടുതൽ കൈപിടിച്ച് നടത്തി. സാറ് പറഞ്ഞ പോലെ 3 കുട്ടികളെ, എന്റെ 2 മക്കളെയും എന്റെ ചേച്ചിയുടെ മകളെയും ഇവിടെ തന്നെയാണ്. ഞാൻ 14 വർഷത്തെ കഥയാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, എന്റെ 3 മക്കളും 15 വർഷമാണ് ഇവിടെ പഠിച്ചത്. ഞങ്ങള് എഴുത്തിൽ വയ്ക്കും, നേരെ ഇവിടെ കൊണ്ടേ സമർപ്പിക്കും. ആ എഴുത്തിൽ വെച്ച് വരുന്ന ആദ്യത്തെ ബുധനാഴ്ച ചിന്മയ്ക്ക് ശരിക്കും ആത്മസമർപ്പണമാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത്. രക്ഷിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ 3 മക്കളെയും അവർക്ക് കൊടുത്തു, മനസ്സറിഞ്ഞ്. അതുപോലെ അവർ 3 പേരെയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഇപ്പോഴും അതിൽ എനിക്ക്, ഞാനല്ല, എന്റെ കുടുംബം മുഴുവൻ അതിൽ പരിപൂർണമായും ആത്മാർത്ഥമായും ചിന്മയ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് സത്യം, ഞാൻ കരഞ്ഞു പോകും ചിലപ്പോ. എനിക്ക് അത്ര വേദനയുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ ഇനി ഇങ്ങോട്ടുള്ള യാത്ര, എന്നും ഈ വഴിക്ക് പോകുമ്പോ എന്റെ കുട്ടി, എന്റെ മക്കൾ പഠിച്ച സ്കൂളാണ്. എന്നും ഇവരോട് കടപ്പാട്. ഈ പറഞ്ഞ ഇപ്പോഴത്തെ 2ാമത്തെ ആളെ ഇവിടെ നിന്ന് മാറ്റിയാലോ എന്നൊരു ചിന്ത വന്നു. പക്ഷെ അവർക്ക് താല്പര്യം, എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഒരമ്മ എന്ന നിലയിൽ ഇവിടെ കിട്ടുന്ന സ്നേഹവും സുരക്ഷിതത്വവും വളരെ വലുതാണ്. പക്ഷെ അവർക്ക് അഡ്മിഷൻ കോട്ടയത്ത് റെഡിയായി, ഞങ്ങൾ പോവാൻ തയ്യാറായി. അപ്പോഴും ദീപ ടീച്ചർ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ടീച്ചർ കൊമേഴ്സിൽ ഇവിടെ ചേർത്തു, ഞങ്ങൾക്ക് നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. ആ നല്ല ഫാക്കൽറ്റീസ് എനിക്ക് സഗൗരവം ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറയാം. 14 വർഷവും ഇവിടെ നിന്ന് കിട്ടിയ കൈമുതൽ എന്താണോ അതുകൊണ്ടാണ് എന്റെ 3 മക്കളും ഇവിടെ വരെ എത്തിയത്. ഒരു എക്സ്ട്രാ കോച്ചിങ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതെനിക്ക് കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയാം. ഇവിടുത്തെ അധ്യാപകര് എന്താണോ പറഞ്ഞു കൊടുത്തത് അതാണ് ഞാൻ ഇത്രയും എന്റെ 3 മക്കളും ഇവിടം വരെ എത്തിയത്. കൊമേഴ്സിന്റെ കാര്യം തീർച്ചയായിട്ടും എപ്പോഴും എനിക്കത് നല്ല റിസൾട്ട് ആവട്ടെ, ഈ സ്കൂളിന്റെ യശസ് ദേശാന്തരങ്ങൾക്കപ്പുറം അറിയപ്പെടട്ടെ, അത് മാത്രമാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഇനി വരും വർഷങ്ങളിൽ ഒരുപാട് നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ ഇവിടുത്തെ അധ്യാപകർക്കും മാനേജ്മെന്റിനും എല്ലാവർക്കും കഴിയട്ടെ. ജഗദീശ്വരൻ എല്ലാ നന്മയും ഈ സ്കൂളിൽ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും അകൈതവമായ നന്ദി നൽകുന്നു. Principal Delivery, he is settled in London, and the third daughter is also we are also planning to have that. Really, thank you. I am very excited to see that when I come on 2001, the things are not like this. Now it has entirely changed. This is one of the most beautiful and ever memorized life in your life. So enjoy and have a nice life. Thank you. ചിന്മയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, പുറത്തു പോകുമ്പോൾ ചിന്മയ പ്രൊഡക്റ്റ്, അതാണ് എല്ലാവരും യു ആർ ചിന്മയ പ്രൊഡക്റ്റ്, അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുക. അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടറിലാണ്. ഏറ്റവും വലിയ ആള് SRM പഠിക്കുന്നുണ്ടെങ്കിലും അവൻ അറിയപ്പെടുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആ ഒരു ഇതിലാണ്. HOD പോലും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, അവൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർക്ക് ഒരു സ്റ്റേറ്റ് ഫിയറോ ഒന്നുമില്ല. അങ്ങനെ ഒരു നല്ലൊരു നമ്മുടെ ചീഫ് ടീച്ചേഴ്സും പ്രിൻസിപ്പളും അവർക്ക് അത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ മക്കൾക്കും സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും നല്ല നിലയിലെത്തണം, നല്ല കുട്ടികളായിരിക്കണം. 2 മക്കളും ഇവിടെയാണ് പഠിച്ചത്. എന്താ പറയാ, എനിക്ക് പറയാനൊന്നും അറിയില്ല. കാരണം ഇത്രയും പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എല്ലാത്തിനും നന്ദി പറഞ്ഞോണ്ട് ക്ഷേത്രമായ നമ്മുടെ ഈ ചിന്മയ വിദ്യാലയത്തിലെ
ദീപ മാം, ലേഖ ടീച്ചർ, നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഈ ചിന്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു ബിഗ് താങ്ക്സ് കൊടുക്കും. ബിഗ് സാല്യൂട്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ ഇത്രയും വർഷം 14 വർഷം ഞാൻ പറഞ്ഞു 4 വയസ്സില്, അതായത് 4 വയസ്സും തികഞ്ഞിട്ടില്ല, 3 വയസ്സ് 3.25 വയസ്സിലാണ് അവരിവിടെ വരുന്നത്. ആ സമയം മുതൽ ഈ 14 വർഷം സംരക്ഷിച്ചതിന് വലിയൊരു താങ്ക് യു സോ മച്ച്. കാരണം കുട്ടികളെ സ്കൂളിൽ പോകുന്നുണ്ട്, കുട്ടികൾ വളരെ പേടിയാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. കാരണം അവരിവിടെ സേഫ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. അത്രയും നന്നായിട്ട് പഠനത്തിലുപരി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. മാർക്സ്, പെർസെൻറ്റേജ് അത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനും ലൈഫിൽ നല്ലൊരു ഉന്നതിയിൽ എത്താനും. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനായി തീരുക എന്നത് അല്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. അത് നമ്മുടെ ചിന്മയ വിദ്യാലയത്തിൽ പഠിച്ച മക്കൾ ഉന്നതിയിലെ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് ഒരു സംശയം വേണ്ട. നല്ലൊരു മനുഷ്യനായി തീരുക തന്നെ ചെയ്യും. പിന്നെ പറയാനുള്ളത് and teachers. First of all, I thank you all for giving me such a wonderful stage. And this is the first ever memory of Chinmaya, I bet. And we are so blessed. We parents, as parents, we are so blessed to give the blessings to students as well. In the Parayana thanks for those mentoring for the teachers, you know. And the most important thing is that we all own so many things in life. But very rare things we used to say, it's mine, it's mine. And same like that, my amma, my appa, and same like that, we cannot, it's not, they don't say that it's Chinmaya Vidyalaya. They always say, it's my school, it's my teacher, and it's my principal. And we all can be doctors. So very important that all those, I mean, the other schools will be more spacious, will give more chances and all. But if all you get experience, what we are telling is that Chinmaya is better, you know. It's not like a promotion or advertisement or anything. All this respect and blessedness you're getting from Chinmaya Vidyalaya is auspicious. And once again, I wish you all the best. ഏത് തലത്തിലിരുന്നാലും എന്ത് ചെയ്താലും നിങ്ങൾ അതിൽ ഏറ്റവും അധികം ഉന്നതത്തിൽ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. Have a good day and have a wonderful days throughout the life. Thank you so much, and thank you once again, teachers, for giving me such an opportunity. Hari Om.